മതിൽ ചാടുന്നു. ആദ്യത്തെ മതിൽ ചാടി പുറത്തേക്കുള്ള മതിലിന്റെ ഫെൻസിംഗിലേക്ക് ഇത് കുരുക്കുന്നു. ഇങ്ങനെ കുരുക്കി ഈ മതിലുകളുടെ ഫെൻസിംഗിന്റെ ഇടയിലേക്കുള്ള കമ്പികളിൽ കുരുക്കിയിട്ട് അത് പിടിച്ചാണ് കയറിയിരിക്കുന്നത് എന്നാണ് മനസ്സിലായിട്ടുള്ളത്. അതിന്റെ വിശദാംശങ്ങൾ കുറെ കൂടി ഇപ്പോൾ കിട്ടും. മിക്കവാറും അതിന്റെ വിവരങ്ങൾ കുറച്ചുകൂടി വരും. അങ്ങനെ ഞാൻ ഒരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ, അതായത് നമുക്ക് ഈ നിലവിൽ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇതൊക്കെയും CCTV ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയെന്നാണല്ലോ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇത് സംഭവിച്ച ശേഷം നോക്കാനുള്ളതാണോ ഈ CCTV ദൃശ്യങ്ങൾ? സുരക്ഷയ്ക്ക് വേണ്ടി അതവിടെ ക്രമീകരിച്ചിരിക്കുന്നതാണ്, നിരന്തരം അത് പരിശോധിച്ചുകൊണ്ടേയിരിക്കേണ്ടതാണ്. അത്തരത്തിൽ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ അവിടെ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലേ ജയിലിൽ? കണ്ണൂർ സെൻട്രൽ ഇനി അത്രയൊന്നും ആലോചിക്കേണ്ട. ഇങ്ങനെയെങ്കിൽ പുറത്തുനിന്നൊരു സഹായം കിട്ടാൻ മാത്രം ഒരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെ നടത്തുന്നു? ഇങ്ങനെ ഒരു പ്ലാൻ നടത്തിയാൽ പുറത്ത് കടക്കാൻ കഴിയുന്ന ഒരു തോന്നൽ അദ്ദേഹത്തിന് എങ്ങനെ ഉണ്ടാകുന്നു? ഇതെല്ലാം തന്നെ അയാൾക്ക് നിരന്തരമായി ഏതോ ഒരു സംഘവുമായി ആശയവിനിമയം നടക്കുന്നുണ്ട്. അതിനുള്ള സൗകര്യം ജയിലിനകത്ത് നടക്കുന്നു എന്നതാണ് അതിനേക്കാളെല്ലാം തന്നെ ഞെട്ടിപ്പിക്കുന്ന കാര്യം. അങ്ങനെ ഇയാൾ പുറത്തു കടക്കുന്നു. അതിനുശേഷം ഇയാൾ കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ മുന്നിൽ നിന്നും പോകുന്നു. അവിടെയും പുറത്ത് സഹായം കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പ്. അപ്പോൾ ഇത്തരത്തിലൊരു ആശയവിനിമയം നേരത്തെ തന്നെയുണ്ട്, ഒരു പദ്ധതി നേരത്തെ തന്നെയുണ്ട്, ഒരു ഗൂഢാലോചന നേരത്തെ തന്നെയുണ്ട്. അതിനനുസരിച്ചാണ് ചെയ്യുന്നത്. പൊതുസമൂഹം അങ്ങേയറ്റത്തെ വികാരത്തോടുകൂടി, ശത്രുതയോടുകൂടി, വെറുപ്പോടുകൂടി, അവജ്ഞയോടുകൂടി കാണുന്ന ഒരു ജയിലിലെ പ്രതിയാണ് ഈ ഗോവിന്ദചാമി. ആ ഗോവിന്ദചാമിയെ അതേ ഗൗരവത്തിൽ അവിടെ സംരക്ഷിക്കേണ്ടത്, സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ആൾക്കാരാണ് ഈ ജയിൽ വിഭാഗം. അവിടെ വെച്ചാണ് ഈ പറഞ്ഞ പൊതുസമൂഹത്തിന് നിലവിൽ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. ഇതെന്ത് സുരക്ഷയിലാണ് നമ്മളൊക്കെ മുന്നോട്ട് പോകേണ്ടത്? ആഭ്യന്തര സംവിധാനം ഇത്രയേറെ പരാജയമാണോ? അങ്ങനെ ഒരു ക്രൂരനായ പൈശാചികമായ പ്രവൃത്തി ചെയ്ത ഒരു പ്രതിയെ സൂക്ഷിക്കാൻ കണ്ണൂർ സെൻട്രൽ ജയിലിൽ സംവിധാനം ഇല്ല എങ്കിൽ പിന്നെ എന്ത് സുരക്ഷയിലാണ് നമ്മളൊക്കെ മുന്നോട്ട് പോവുക എന്നൊരു വലിയ ചോദ്യമാണ് സമൂഹത്തിന് മുന്നിൽ അവശേഷിക്കുന്നത്. ഏതെങ്കിലും ഒരു കലക്ട്രേറ്റ് മാർച്ച് നടത്തുകയോ ഒരു സമരം നടത്തുകയോ ചെയ്ത കേസിലെ പ്രതികളല്ല ഇവർ. അവർക്ക് പോലും അവർ പോലും അങ്ങേയറ്റത്തെ റെസ്പെക്റ്റോടുകൂടിയും ജയിൽ സംവിധാനങ്ങളോടുള്ള മാന്യതയോടും കൂടി പെരുമാറുന്ന ഒരു സ്ഥലമാണ് ഇത് കണ്ണൂർ സെൻട്രൽ ജയിൽ എന്ന് പറയുന്ന ചരിത്രം നോക്കിയാൽ എത്രയോ തടവുകാർ താമസിച്ച സ്ഥലമാണ്. എത്രയോ തടവുകാർക്ക് തൂക്കുകയർ ഉൾപ്പെടെ വധശിക്ഷ അടക്കം വിധിച്ച ജയിലാണ്. അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള കേരളത്തിലെ ജയിലുകൾ, ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ജയിലുകളിൽ ഒന്നാണ്. അവിടെ സുരക്ഷയ്ക്ക് പൊതുവിൽ വലിയ രീതിയിലുള്ള ഭംഗം വരുന്നു. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു, ആയുധങ്ങൾ കണ്ടെത്തുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിരന്തരം അവിടെ ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിൽ ഈ മൊബൈൽ ഫോൺ പിടിക്കുമ്പോഴും ഇത് ആരും ഉപയോഗിക്കുന്നു. CK വിജയൻ, ഗോവിന്ദചാമി ജയിൽ ചാടുമ്പോൾ ഏറ്റവും പുതിയ ഒരു ഫോട്ടോ പുറത്തുവിടുന്നുണ്ട് ജയിൽ അധികൃതർ. അതാണ് സ്ക്രീനിൽ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. വിവരം ലഭിക്കുന്നവർ ബന്ധപ്പെടേണ്ട നമ്പറും ഒപ്പം കൊടുക്കുന്നു. 9446899506. ഈ നമ്പറിൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാകുന്ന അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ ഈ നമ്പറിലോ വിളിച്ച് വിവരങ്ങൾ അറിയിക്കേണ്ടതാണ്. ഏറ്റവും പുതിയ ചിത്രവും ഒപ്പം നൽകിയിട്ടുണ്ട്. തിരിച്ചറിയാൻ അത് സഹായകമാകും.